ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര തൂത്തുവാരി ഇന്ത്യൻ വനിതകൾ. 5-ാം മത്സരത്തിൽ 15 റൺസിനാണ് ജയം. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ലങ്കയുടെ പോരാട്ടം 7-ന് 160 അവസാനിച്ചു. അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. 5-ാം 2020-ൽ 15 റൺസിനാണ് ഇന്ത്യൻ ജയം. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ലങ്ക വലിയ രീതിയിലുള്ള ഒരു തുടക്കം ലഭിച്ചെങ്കിൽ പോലും പിന്നീട് അതൊരു മുതലാക്കാൻ സാധിച്ചില്ല. തുടരെ വിക്കറ്റ് വീണ ഒടുവിൽ അവരുടെ പോരാട്ടം 160 അവസാനിച്ചതോടുകൂടി ഇന്ത്യൻ ജയം 15 റൺസിന്. പരമ്പര അങ്ങനെ 5-0 സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ വനിതകൾ. ലോകകപ്പ് അടക്കം നേടിയുള്ള 2025 വർഷത്തിൽ അങ്ങനെ അവസാനത്തെ മത്സരവും ജയിച്ചു കയറുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാര്യവട്ടത്തായിരുന്നു അവസാന 3 മത്സരങ്ങളിലും. ആ 3 മത്സരങ്ങളിലും വലിയ ജയം നേടാനായത് കേരളത്തിനും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 175 റൺസ് എടുത്തത്. സ്മൃതി മന്ദാന ഇല്ലാതെ ഇറങ്ങിയ യുവതാരം കമാലിനിക്ക് അവസരം കൊടുത്തിറങ്ങിയ ഇന്ത്യക്ക് പക്ഷേ നല്ല തുടക്കമായിരുന്നില്ല. പിന്നീട് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിൻ്റെ ഒറ്റയാൾ പോരാട്ടം അത് അർദ്ധ സെഞ്ചുറിയോടെ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോഴാണ് ഇന്ത്യ ഒരു ഭേദപ്പെട്ട സ്കോറിലെത്തിയത്. ഏറ്റവും ഒടുവിൽ അരുന്ധതി റെഡ്ഡിയും അംജോദ് കൗറും അടക്കമുള്ള താരങ്ങൾ വലിയ പോരാട്ടം കാഴ്ചവെച്ചതോടുകൂടി പൊരുതിയോടുകൂടി ഇന്ത്യൻ സ്കോർ ഒരു ഭേദപ്പെട്ട സ്കോറിലെത്തിയതായിരുന്നു. ഈ ശ്രീലങ്കയുടെ ഇൻഎക്സ്പീരിയൻസ്ഡായ ബാറ്റേഴ്സിന് എന്തു ചെയ്യണമെന്ന് അറിയാൻ സാധിക്കാതെ വന്നതോടുകൂടി ആ ഒരുപക്ഷെ വിജയം എത്തിപ്പിടിക്കാൻ അതെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ ലങ്ക ജയത്തിന് തൊട്ടടുത്ത് വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. ഇന്ത്യക്ക് എന്തായാലും പരമ്പര തൂത്തുവരുന്നതിൻ്റെ സന്തോഷമാണ്. ആ സന്തോഷം തന്നെയാണ് കാര്യവട്ടത്തെ ആരാധകരും പങ്കുവെക്കുന്നത്. വളരെ നല്ലൊരു മത്സരമായിരുന്നു. ശരിക്കും താഴോട്ട് പോകുന്ന പേടിച്ച്, പക്ഷെ അവസാനം നല്ല ഫോമില് നല്ല ഫീൽഡിംഗ് ആയിരുന്നു. പിന്നെ അത് പിടിച്ചെടുത്തു. നല്ലായിരുന്നു, അടിപൊളിയായിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കളി കാണാൻ പറ്റി. ആദ്യമായിട്ട് കണ്ട കളിയാണ്. ക്രിക്കറ്റ് തന്നെ കാണാൻ പറ്റി. അച്ഛനും മോക്കും ഒന്നിച്ച് കാണാൻ പറ്റിയല്ല, അതന്നെ ഏറ്റവും വലിയ സന്തോഷം. സ്മൃതി കളിക്കുമെന്ന് വിചാരിച്ചു, കളിച്ചില്ല. അത് മാത്രം ഒരു വിഷമമുള്ളൂ. 24 റണ്ണ് വേണമെന്ന് ആ ഒരു റണ്ണിലാണ് ഇപ്പൊ ഇതുവരെ ജയിച്ചത് നിൽക്കുന്നത്. അല്ലെങ്കിൽ കളി പാളിയാണ്. അടിപൊളിയായിരുന്നു. അടിപൊളി മത്സരമായിരുന്നു. നല്ല മത്സരം, നല്ല എനർജിയുള്ള മത്സരമായിരുന്നു. അടിപൊളി ഇതുപോലെ എക്സ്പീരിയൻസ് വേറെ കിട്ടാനില്ല ഇനി. The match was good. India won as expected. You enjoyed a lot? Yes, we enjoyed a lot. അടിപൊളി. പിന്നെ അതെ അടിപൊളിയായി, സൂപ്പർ. എന്തായാലും 2020 പരമ്പരയിലെ 5-0 ജയം 6 മാസങ്ങൾക്കപ്പുറം നടക്കുന്ന 2020 ലോകകപ്പിന് വലിയ ഒരു തുടക്കമിടാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. യുവതാരങ്ങളെ അടക്കം പരീക്ഷിച്ചു. ടീം കോമ്പിനേഷൻസ് എങ്ങനെ ഉണ്ടാകും എന്നതടക്കം ഇന്ത്യ പരീക്ഷിച്ചു. ഈ വരാനിരിക്കുന്ന വലിയ പരമ്പരകളിലടക്കം ഈ മികവ് പുലർത്തി ഏകദിന ലോകകപ്പിന് പിന്നാലെ ഇന്ത്യക്ക് 2020 ലോകകപ്പ് നേടാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. തിരുവനന്തപുരത്ത് നിന്ന് സിറിലിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.